അസ്സലാമലൈക്കും ഗൈസ്, വെൽക്കം ടു സുനീസ് കിച്ചൻ. ഇന്ന് നമുക്കിവിടെ നല്ല സ്വാദിഷ്ടമായ മൈസൂർ ബോണ്ടിയും പുതിന ചട്നിയും ഉണ്ടാക്കി നോക്കിയാലോ. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ആവശ്യമായ തൈര്, പുളിയില്ലാത്ത കട്ടിയുള്ള തൈരാണ്. ഒരു വലിയ ഉള്ളി നല്ല കുഞ്ഞതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മല്ലിയില, കറിവേപ്പില, പച്ചമുളക്, ഒരു ചെറിയ ബൗളിന് അരിപ്പൊടി, ആവശ്യമായ ഉപ്പ്, ചെറിയ ജീരകം, കുറച്ച് മാത്രം അപ്പസോഡ, പൊരിക്കാൻ ആവശ്യമായ ഓയിൽ. അതിനുവേണ്ടി നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മൈദ ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുക്കണ്ട്. ഉള്ളി ചേർത്ത് കൊടുക്കാം. മല്ലിയില, കറിവേപ്പില, പച്ചമുളക്, ചെറിയ ജീരകം, അപ്പസോഡ, ആവശ്യമായ ഉപ്പ്, തൈര് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയും കട്ടിയുണ്ട്. ഇനി ഇതിൻ്റെ ആവശ്യമായ വെള്ളം ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച് ഇഞ്ചി ചേർക്കാണ്ടായിരുന്നു, അത് വിട്ടുപോയതാണ്. ഇതിപ്പോൾ ഇഞ്ചി അരിഞ്ഞതല്ല, ചതച്ചെടുത്താണ്. നമുക്കത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മാവ് ഇവിടെ പാകമായിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ പരുവം. ഇത് കറക്റ്റായിട്ടുണ്ട്. നമ്മൾ പക്കവടയൊക്കെ ഇങ്ങനെ എണ്ണയിൽ നുള്ളിയിടൂല്ലേ, അതേപോലെ. ഇതൊരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം ഉണ്ടാക്കി തുടങ്ങാം. മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നമ്മുടെ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതിന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മാവ് ഇട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. നമുക്കിത് പാകമായിട്ടുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കോരിയെടുക്കാം. നമുക്ക് അതിനെ ഇട്ട് കൊടുക്കാം. ആദിരാവിലുറങ്ങാതെ എനിക്കായി കൂട്ടിരുന്ന ആ ഹൃദയം ഇന്ന് ആറടി മണ്ണിലാണുള്ള. ആപ്പോ മുഖം മനസ്സിൽ തെളിയുമ്പോൾ നോവുന്നുള്ള. കനിവിൻ്റെ കടലായാൽ എഴുതിയാൽ തീരാത്ത കൽക്കണ്ട കനിയാണ് എൻ്റെ പൊന്നുപ്പ. ഏറെ പറഞ്ഞാലും തീരില്ല ആ പൂമഹിമ. അങ്ങനെ നമ്മുടെ ടേസ്റ്റോട് കൂടിയ മൈസൂർ ബോണ്ടിയും പുതിന ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പുതിന ചട്നിയുടെ റെസിപ്പി ഷോർട്ട് വീഡിയോ ആയിട്ട് വരും. നല്ല പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള മൈസൂർ ബോണ്ടിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളിതൊരു വട്ടം ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഞങ്ങൾ അറിയിക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ കുഞ്ഞ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.